നമ്മൾ വഴിക്കടവിൽ നിന്ന് ആരംഭിച്ചതാണ് ഇപ്പോൾ തിരൂരങ്ങാടിയിലെത്തിയ യൂത്ത് മാർച്ച്. ഈ യൂത്ത് മാർച്ച് നടത്തുന്ന കാലം, സമയം, സന്ദർഭം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇന്ന് കണ്ട യൂത്ത് മാർച്ചിനെ ഒന്ന് വിലയിരുത്തുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം അതിൻ്റെ വേരുകൾ എത്രത്തോളം ഈ മണ്ണിൻ്റെ ആഴങ്ങളിൽ തൊട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക. ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ തലമുറയും നമുക്ക് മുൻപുള്ള തലമുറയും തമ്മിലുള്ള ഏറ്റവും വലിയ മാറ്റം, നമുക്ക് മുൻപുള്ള തലമുറ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. നമ്മൾ റിസ്ക് എടുക്കാൻ സന്നദ്ധമല്ല, തയ്യാറല്ല. ത്യാഗം നമുക്കൊരു വല്ലാത്ത പ്രശ്നമുള്ളതാണ്. കാരണം ഒരു അര സെക്കൻഡ് നമുക്കൊരു സമയം കിട്ടിയാൽ നമുക്ക് മൊബൈൽ ഫോണിൽ അതിൻ്റെ സ്ക്രീനിലേക്ക് മുഖം താഴ്ത്തിയിരിക്കാൻ, അതല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള വിനോദങ്ങളിലും ഏർപ്പെടുവാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ സ്വഭാവങ്ങളും കൾച്ചറും ഒക്കെ ആകെ മാറിയ ഒരു കാലത്ത്, ഒരു സന്ദർഭത്തിൽ ആയിരക്കണക്കിന് വരുന്ന യുവാക്കളെ വിളിച്ചു കൂട്ടുക, അവരോട് പറയുക നിങ്ങൾ 20 കിലോമീറ്റർ ഇന്ന് നടക്കണം എന്ന്. അവരതിന് സന്നദ്ധരായിട്ട് വരിക. ഒരാളുടെയും നിർബന്ധമില്ല. ഞങ്ങളിങ്ങനെ ഈ നിലമ്പൂരിൽ നിന്ന് ഈ മാർച്ച് തുടങ്ങിയപ്പോൾ വിചാരിച്ചു, നിലമ്പൂരിൽ നിന്ന് ആദ്യത്തെ മാർച്ച് തുടങ്ങുമ്പോൾ അത് ഉച്ചഭക്ഷണം വരെയുള്ള സ്ഥലത്തെത്താൻ 12 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു. ഒരു 1:45 മണിയായി. സത്യത്തിൽ ഞങ്ങളൊന്ന് ആദ്യം നടക്കുകയായിരുന്നു. അസഹ്യമായ വേദന കാലിൻ്റെ അടിയിൽ നിന്ന് ദേഹമാകെ പ്രസരിച്ചു തുടങ്ങി. ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു എല്ലാവരും ഈ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് മുങ്ങിക്കളയുന്നു. അങ്ങനെ അവർ പോകാൻ തീരുമാനിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റൂലല്ലോ. ഇതെന്തൊരു ത്യാഗമാണ്, ഇത്രയും കിലോമീറ്റർ ഈ കത്തുന്ന സൂര്യന്റെ താഴെ നടക്കുക. ഒരു പ്രാർത്ഥനാനിരതമായ മനസ്സുമായി ഞങ്ങൾ വിശ്രമിക്കാൻ പോയി. കൃത്യം 4:30 മാർച്ച് ആരംഭിച്ചപ്പോൾ ഉച്ചക്ക് ഉള്ളതിലേറെ ആളുകൾ ഉച്ചക്ക് ശേഷം. പിന്നീട് വണ്ടൂരിലും അതാണ് സ്ഥിതി, ഏറനാട്ടിലും അതാണ് സ്ഥിതി, മഞ്ചേരിയിൽ എത്തിയപ്പോൾ അതാണ് സ്ഥിതി, മലപ്പുറത്ത് മങ്കടയിൽ, പെരിന്തൽമണ്ണയിൽ, ഇന്നലെ വേങ്ങരയിൽ, ഇന്ന് തിരൂരങ്ങാടിയിലും. ചെറുപ്പക്കാർ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരികയും അവർക്കിന്നൊരു പ്രവൃത്തി ദിവസമാണ്. ഒരാളും അവരെ തടഞ്ഞു നിർത്തിയിട്ടില്ല. ഈ മാർച്ചിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഒരാളും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ആ ചെറുപ്പക്കാർ നമ്മുടെ കൂടെ വന്നു. രണ്ടാമത്തെ ഒരു കാര്യം, വഴിനീളം നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ എൻ്റെ സംസാരം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ന് കൂടെ നടന്നവരുണ്ടല്ലോ. മനുഷ്യ മതിലുകളാണ് നമ്മളെ വരവേറ്റത്. അവർ നമ്മളോട് കാണിക്കുന്ന സ്വീകാര്യത, നമ്മളെ ചേർത്ത് പിടിച്ച് പറയുന്ന വർത്തമാനങ്ങള്, എത്ര പേരാണറിയോ ഞങ്ങൾ മുൻനിരയിലായതുകൊണ്ടാണ്, നിങ്ങൾ പിറകിലുള്ളതുകൊണ്ടാണ് കാണാൻ പറ്റാതെ പോയത്. ഈ മനുഷ്യർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടി പൊട്ടി കരയുന്നു. എനിക്കറിഞ്ഞൂടെ അവരെന്തിനാണ് ഈ കരയുന്നതെന്ന്. ഞാനിങ്ങനെ ഊഹിച്ചെടുക്കുകയാണ്. എല്ലാവരും കൂടി എഴുതിയും പറഞ്ഞും അവർ ജീവന തുല്യം സ്നേഹിച്ച പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സാധുക്കൾ ഭയപ്പെട്ടിട്ടുണ്ടാവും. ഇത് കണ്ടപ്പോൾ സന്തോഷം വന്നിട്ട് അവർ പൊട്ടി പൊട്ടി കരയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും ക്ഷണിച്ചോ ജാഥ പോകുമ്പോൾ വഴിനീളെ കാണാൻ വരണമെന്ന്, കാത്തു നിൽക്കണമെന്ന്, ഈ ജാഥ നയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹാരമണിയിക്കണമെന്ന്? അങ്ങനെ വല്ല സർക്കുലർ ആരെങ്കിലും കൊടുത്തോ? ഞാനിങ്ങനെ വരുമ്പോൾ കടകളൊക്കെ ശ്രദ്ധിക്കുകയായിരുന്നു.
നമ്മൾ ഈ മാല, ഈ പച്ച മാല കുറച്ച് കൂടുതൽ കൊണ്ടുവന്ന് പുറത്ത് തൂക്കിയിട്ടിട്ടുണ്ട്. അതൊരു കച്ചവടമായി മലപ്പുറം ജില്ലയിൽ. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആദ്യത്തിൽ പറഞ്ഞു, ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂടെ നടന്ന, ഞങ്ങളുടെ കൂടെ നടന്ന അനുജന്മാരെക്കാളും പ്രസക്തനായ ഒരാൾ ജാഥന്റെ മുന്നിലുണ്ടോ? പിന്നെ എന്തിനാണിത്? അത് ഈ പാർട്ടിയോടുള്ള അചഞ്ചലമായ സ്നേഹമാണ് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ പാർട്ടിയെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, തൊടാൻ കഴിയില്ല എന്നതിന്റെ വിളംബരമാണ്. ഇന്നും നാളെയും മറ്റന്നാളെയും ഒന്നുമല്ല, ഒരുപാട് കാലത്തേക്ക്. ഇവർക്കൊക്കെ മക്കളുണ്ട്. ആ മക്കളെയും കൊണ്ടാണ് ഇവർ പലരും വരുന്നത്, മക്കളും കൊണ്ടാണ്. ഇന്നൊരു ചെറിയ കുട്ടിയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയണു, എന്റെ വാപ്പ ബാക്കിലുണ്ട്, പിറകിലുണ്ടെന്ന്. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു ജനതയെ, ചെറുപ്പത്തെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. ആ ചെറുപ്പമാണ് മലപ്പുറം ജില്ലയിൽ പുതിയ ചരിത്രം തീർക്കുന്നത്. 1987 നമ്മുടെ നേതാവ് നാലകത്ത് സൂഫി സാഹിബ് ഒരു യൂത്ത് മാർച്ച് നടത്തി. 2013 നൌഷാദ് മണ്ണിശ്ശേരിയും ഉസ്മാൻ താമരത്തും മറ്റൊരു യുവജനയാത മലപ്പുറം ജില്ലയിൽ നടത്തി. മൂന്നാമത് ഈ ജില്ലയിൽ സൂഫി സാഹിബിന്റെ അതേ പേരിൽ നമ്മളൊരു യൂത്ത് മാർച്ച് നടത്തുമ്പോൾ 2013 അല്ല, 2023, 1987 അല്ല, 2023 വലിയ മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങളുടെ ലോകത്തും സൗകര്യങ്ങളുടെ ലോകത്തും ഒരു പാർട്ടിക്കൊരു പോറലുമേലും ഏറ്റിട്ടില്ല എന്നാണ് ഇന്നത്തെ യൂത്ത് മാർച്ച് തെളിയിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. തിരൂരങ്ങാടി ഈ നാടിന് മുഴുവൻ പുതിയ മാതൃക തീർത്ത ഒരു നഗരിയാണ്, ഒരു നാടാണ്. ആ നാട് സൗഹൃദത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. എത്രയെത്ര നല്ല കർമ്മങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും തിരൂരങ്ങാടി മുന്നിൽ നിന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബി പോക്കർ സാഹിബ് തിരൂരങ്ങാടിയിൽ വന്ന് താമസിച്ചു എത്രയോ കാലം. കക്കാട്ടുള്ള ഒരു പൗരപ്രധാനിയുടെ വീട്ടിലാണ് അദ്ദേഹം പാർത്തത്. എന്നിട്ട് ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പോക്കർ സാഹിബ് നേതൃത്വം കൊടുത്തു. ആ പോക്കർ സാഹിബിന്റെ നാമധേയത്തിലാണ് തിരൂരങ്ങാടി PSMO കോളേജ് നിലകൊള്ളുന്നത്. ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം കണ്ടു ഈ നാട്. KM മൗലവിയും MK ഹാജിയും ഒരുമിച്ച് നിന്നത് സൗദാബാദിന്റെ തിരുമുറ്റത്ത് അടയാളമായി നിങ്ങൾ ഇപ്പോൾ ആസ്വദിക്കുന്നില്ലേ? അത് KM മൗലവിയും MK ഹാജിയും ഒരുമിച്ച് നിന്നപ്പോഴാണ്. അവർ രണ്ടുപേരിൽ നിന്നും ആശയപരമായി അല്പം വ്യത്യാസമുള്ള വേറെ ഒരാൾ, അവര് പോലും നേതാവായി കണ്ട വേറെ ഒരാൾ അവർക്ക് തണലായി നിന്നത്. അത് സയ്യിദ് അബ്ദുൾ റഹിമാൻ ബാഫക്കി തങ്ങളായിരുന്നു. സമയം കിട്ടുമ്പോൾ തിരൂരങ്ങാടി യത്തീംഖാനയുടെ മൈതാനത്ത് നിൽക്കുന്ന ജുമാ മസ്ജിദിന്റെ ചാരത്ത് അനുജന്മാരെ നിങ്ങളൊന്ന് പോകണം. അതിന് ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളാണ്. മറ്റൊരു ഉലമാവും ഒരു ഉമറാവുമാണ് MM ബഷീർ മുസ്ലിയാർ, ഡോക്ടർ U ബാപ്പുട്ടി ഹാജി. ആ രണ്ടുപേരും ഒരുമിച്ച് ഒരു മയ്യായി നിന്നതിന്റെ ഉദാഹരണമല്ലേ, അടയാളമല്ലേ ചെമ്മാട് പട്ടണത്തോട് ചേർന്ന മാനിയപ്പാടത്തെ വെള്ള കൊട്ടാരം ദാറുൽ ഹുദ. അങ്ങനെ ഒരു സൗഹൃദത്തിന്റെ അന്തരീക്ഷം, ഒരുമയുടെ അന്തരീക്ഷം നമ്മൾ ഈ മണ്ണിൽ നിന്ന് കണ്ടു. മറ്റൊന്ന്, ഈ തിരൂരങ്ങാടിയിലെ വലിയ ജുമാ മസ്ജിദിൽ നിന്നാണ് ആലി മുസ്ലിയാരെ പട്ടാളം പിടിച്ചു കൊണ്ടുപോയത്. ആ ആലി മുസ്ലിയാർ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അരുതായ്മകളോട് കലഹിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് ആലി മുസ്ലിയാർ അവസാനത്തെ ശ്വാസം വരെ നമുക്ക് തന്നിട്ടുള്ള മെസ്സേജ്. അരുതായ്മകളോടുള്ള കലഹം ഈ നാടിന് സമ്മാനിച്ചാണ് അവർ മരണപ്പെട്ടു പോയത്. ഞാൻ സംസാരിക്കുന്നത് പരപ്പനങ്ങാടിയിൽ നിന്നുകൊണ്ടാണ്. മമ്പുറം തങ്ങൾ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ ഫസൽ പുക്കോയെ തങ്ങളെ നാട് കടത്താൻ വേണ്ടി കൊണ്ടുവന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ എത്രയോ ചരിത്രപരമായ പശ്ചാത്തലമുള്ള പാരമ്പര്യമുള്ള ഒരു മണ്ണിലൂടെ നമ്മൾ നടന്നത് മറ്റൊരു ചരിത്രമായി തീർന്നിരിക്കുകയാണ്. മറ്റൊരു ചരിത്രത്തിലേക്കുള്ള നടത്തം. ഞാൻ നിങ്ങളോട് തീർത്ത് പറയുന്നു, ഇത് പൊന്നാണിയിൽ എത്തുമ്പോൾ
നമ്മുടെ പ്രാസ്ഥാനിക ചരിത്രത്തിൽ മാത്രമല്ല, പുതിയ കാലം നോക്കി നിന്ന് കണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സൗന്ദര്യം കൂടി വരുന്ന ഒരു ദൗത്യത്തിന് കൂടി ഈ നാടിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും കാല് വേദനിക്കുന്നു, തളരുന്നു. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ബലം കൂടി വരുന്നു, കരുത്ത് കൂടി വരുന്നു. എത്ര കുട്ടികളാണെന്നറിയോ? നിങ്ങളിങ്ങനെ കുറേ ആളുകളുള്ളത് കൊണ്ടാണ്. അതിന്റെ മുൻപിലും പിറകിലും ഓരോ ആംബുലൻസ് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്തിനാണെന്ന്. തുടക്കത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കസ് നടന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ, ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കണോ എന്ന്. മുസ്ലിം ലീഗിന്റെ എമർജൻസി വിഭാഗമായ മെസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള ആംബുലൻസ് സർവീസ് ഒന്ന് ജാഥയുടെ മുൻപിലും ഉണ്ട്, പിറകിലും ഉണ്ട്. ഞാനിപ്പോൾ അവരോട് ചോദിക്കുന്ന എന്താ സ്ഥിതി. അവര് പറയുന്ന നടത്തത്തിന്റെ ഇടയിൽ വീഴുന്നവര്, മറ്റു പലതും സംഭവിക്കുന്നവര്, ആ എണ്ണം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ അവർ വീണ്ടും ആരോഗ്യാവസ്ഥയിൽ വന്നിട്ട് ഇതിന്റെ കൂടെ നടക്കുന്നു. ഇതൊക്കെ വേറെ ആർക്കെങ്കിലും നടത്താൻ കഴിയോ ഇങ്ങനെ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് സ്വപ്നം കാണാൻ പോലും കഴിയൂല എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് നടത്തി നോക്കാമെന്നൊന്ന് ആഗ്രഹിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഈ ശക്തിയെ, ഈ രാഷ്ട്രീയ ബോധത്തെ വരുന്ന തലമുറക്ക് നമ്മൾ വീതിച്ചു കൊടുക്കണം, വിളംബരം ചെയ്തു കൊടുക്കണം. നാം പാർക്കുന്നത്, നിങ്ങൾ ജീവിക്കുന്നത് പോരാട്ടങ്ങളുടെ നാട്ടിലാണ്, നവോത്ഥാനത്തിന്റെ ഭൂമിയിലാണ്, മലബാറിന്റെ സമർഗന്ധിലാണ്, വലിയ യോഗീശ്വരന്മാർ ജീവിച്ച നാട്ടിലാണ്. അത് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അകൽച്ച കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ അതാണ് നാം ഏറ്റവും ബോധ്യപ്പെടുത്തേണ്ടത്. ഔക്കാദർ കുട്ടി നഹാ സാഹിബിന്റെ നാടാണ് പരപ്പനങ്ങാടി. മറ്റുള്ള ചില വ്യക്തികളെ നമുക്ക് മറക്കാൻ കഴിയില്ല. എം കെ ഹാജിക്ക് ഒരു കുഞ്ഞ് പിറന്നപ്പോ ആ ദിവസമാണ് സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ എം കെ ഹാജിയുടെ വീട്ടിൽ വന്നത്. ആ കുഞ്ഞനെങ്ങനെ കയ്യിൽ വെച്ചിട്ട് ബാഫഖി തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി എം കെ ഹാജി ചോദിച്ചു, ഇന്നിവിടെ വന്നത് എന്റെ ഭാഗ്യമാണ്, ഇന്നിവിടെ വന്നത് എന്റെ ഭാഗ്യമാണ്, എനിക്കൊരു ആൺകുട്ടി പിറന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ ആൺകുട്ടിക്ക് നിങ്ങളൊരു പേരിട്ട് വിളിച്ചാലും. അപ്പോഴാണ് സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ പറഞ്ഞത്, എന്നാൽ അത് എന്റെ പേര് തന്നെ ആയിക്കോട്ടെ, അബ്ദുറഹിമാൻ. അതാണ് നിങ്ങൾ നമ്മുടെ കൂടെ ഇപ്പോഴുള്ള മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ബാവ എന്ന് പറയുന്നത്. എം കെ ഹാജിയും സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങളും കെ എം മൗലവിയും സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങളും തമ്മിലുണ്ടായിരുന്ന ഒരു ആത്മബന്ധം, അതൊക്കെ ഇങ്ങനെ കൈമോശം വന്ന് പോകുമ്പോഴാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്. ജാഥ ഇങ്ങനെ പോന്നപ്പോ കേരള പ്രവാസി ലീഗ്, പെൻഷനേഴ്സ് ലീഗ്, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ, വനിതാ ലീഗ്, MSF-കാർ, അങ്ങനെ വഴിയിലുടനീളം കാത്തുനിന്ന എല്ലാവരോടും ഞാൻ ഈ ജാഥയിൽ അണിനിരന്നിട്ടുള്ള മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗുകാർക്ക് വേണ്ടിയും മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന് വേണ്ടിയും നന്ദി പറയുകയാണ്. അതോടൊപ്പം തിരൂരങ്ങാടിയിൽ ജാഥ വന്നപ്പോൾ അതിനെ ഇങ്ങനെ മനോഹരമാക്കി തന്ന ഇവിടുത്തെ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ കമ്മിറ്റി, ആ കമ്മിറ്റിയോട്, റസാഖിന്റെയും സാലിമിന്റെയും നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ദിവസം നടക്കുന്നത് 20 കിലോമീറ്ററാണ്. പക്ഷെ ഞങ്ങളെ കൂടെ ഒരു 10-20 വൈറ്റ് ഗാർഡ് ഉണ്ട്. ഒരു ദിവസം നടക്കുന്നത് 40 കിലോമീറ്ററാണ്. കാരണം ഒന്ന് അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരും. അവരെ കുറിച്ച് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരെ ഞാൻ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സേവനം, സന്നദ്ധത ഈ മനുഷ്യരുടെ കണ്ട് തന്നെ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇതിന് താങ്ങും തണലുമായി തന്നിട്ടുള്ള മുസ്ലിം ലീഗിന്റെ, ഇവിടുത്തെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികൾ, ആ കമ്മിറ്റികളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് വിശ്രമമില്ലാത്ത പ്രവർത്തനമാണ് മലപ്പുറം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങൾ തോറും അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും ഇത്രയേറെ പാർട്ടിയെ ചലിപ്പിക്കാൻ കഴിഞ്ഞ ഒരു ഇവന്റ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയേറെ പ്രവർത്തകന്മാർ ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ വേങ്ങരയിലെ പരിപാടി കഴിഞ്ഞ് തിരൂരിലാണ് താമസിക്കുന്നത്.
തിരൂരിലേക്ക് പോയപ്പോൾ വൈനീളം നമ്മുടെ കുട്ടികളെ കണ്ടു. വൈനീള കുട്ടികളാണ്. ഓരോ സ്ഥലത്തും ഓരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യുവജന ശക്തി ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ആ കരുത്തോടുകൂടി പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ഭാവിയെ വരും കാലത്തേക്ക് കൂടി പകർത്താനുള്ള ഊർജമായി അതിനെ കണ്ടുകൊണ്ട് നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. കാലത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും നമുക്കതിനെ ഉപയോഗപ്പെടുത്തി അതിജീവിക്കുകയും ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിശ്രമിക്കാൻ സമയമില്ലെന്നും അരുതായ്മകളോടുള്ള കലഹം കൂടുതൽ ശക്തി പ്രാപിക്കേണ്ട സന്ദർഭവും കാലവുമാണ് നമ്മുടെ മുന്നിലുള്ളതെന്നും ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലം അതിനു വേണ്ടി മാത്രമായി രൂപപ്പെട്ടതുപോലെയാണ് ഉള്ളതെന്നും പിണറായി വിജയൻ ഇവിടുത്തെ കൾച്ചർ മാറ്റാൻ ശ്രമിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യയെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നു. നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ശത്രു ഈ രാജ്യത്തിന്റെ തന്നെ ഭരണഘടനയാണ്. അതിന്റെ തുന്നു പൊട്ടിക്കാനുള്ള ശ്രമം നരേന്ദ്രമോദി അവിടെ നടത്തുന്നു. അങ്ങനെയാണ് വിദ്വേഷ പ്രചരണങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കൾച്ചർ മാറ്റാൻ ശ്രമിക്കുന്നു, സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നു. പെൻഷൻ നിർത്തുന്നു, പിന്നെ പെൻഷൻ പുനരാരംഭിക്കുന്നു. നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെൻഷൻ നിർത്തുന്നു, അപ്പോൾ നമ്മൾ സമരത്തിനിറങ്ങുന്നു. സെക്രട്ടേറിയറ്റിൽ, കലക്ടറേറ്റിൽ, തെരുവിൽ, അങ്ങനെ സമരത്തിന്റെ ഇതെല്ലാം തിരുവനന്തപുരത്തെ ഓഫീസിലിരുന്ന് പിണറായി വിജയൻ ആസ്വദിച്ച് കാണുന്നു. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പെൻഷൻ പുനഃസ്ഥാപിക്കുന്നു. ഇതാണ് പിണറായിയുടെ ശൈലി. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? കാലങ്ങളായി, വർഷങ്ങളായി നാട്ടിലെ മനുഷ്യന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ അയാളുടെ കാലത്തും ഇങ്ങനെ കിട്ടിക്കൊണ്ട് വാങ്ങിക്കൊണ്ടിരുന്നതുകൊണ്ട് അയാൾക്ക് കാര്യമൊന്നുമില്ല. അപ്പൊ അത് നിർത്തുമ്പോൾ നമ്മൾ സമരത്തിനിറങ്ങും. നമ്മൾ സമരം ചെയ്യുമ്പോൾ നാടത് അറിയും. അപ്പോൾ പിണറായി വിജയൻ അത് പുനഃസ്ഥാപിക്കും. അപ്പോൾ നമ്മൾ പിണറായിയെ അഭിനന്ദിക്കും. അപ്പൊ രണ്ടാമത് പെൻഷൻ തന്ന ആളായിട്ട് പിണറായി അദ്ദേഹം ഇങ്ങനെ മാറും. നമ്മളെ വഖഫ് ബോർഡിൽ വന്ന് കൈവെക്കുമ്പോൾ പിണറായി വിജയന് നല്ല ബോധ്യമായിരുന്നു, വഖഫിൽ തൊട്ടാൽ മുസ്ലിങ്ങൾ എനിക്കെതിരാവും, അവര് സമരത്തിന് വരും, മുസ്ലിം സംഘടനകൾ യോഗം കൂടും, ആകെ പ്രശ്നമാവുമെന്ന് എല്ലാരെക്കാളും ആർക്കറിയാമായിരുന്നു? പിണറായി വിജയന് അറിയാമായിരുന്നു. നേരെ പോയി ടൈം കൈവച്ചു. മുസ്ലിം സംഘടനകൾ യോഗം കൂടി, അതിലെല്ലാവരും ഒരുമിച്ചിരുന്നു. സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തു, കലക്ടറേറ്റിൽ സമരം ചെയ്തു, മുഅല്ലിമീങ്ങൾ സമരത്തിന് പോയി, പണ്ഡിതന്മാർ സമരത്തിന് ഇറങ്ങി. ഞാൻ പറയണ്ടല്ലോ ആ കാര്യം. വലിയ ബഹളമായി. നമ്മൾ കോഴിക്കോട്ട് റാലി നടത്തി. വിവാദമായപ്പോൾ പിണറായി വിജയൻ കൂടിയിട്ട് വീൻ വലിച്ചു. അപ്പോൾ നമ്മൾ പിണറായി വിജയനെ അഭിനന്ദിച്ചു. സെക്രട്ടേറിയറ്റും ജീവനക്കാരും ഉണ്ടായിട്ട് എന്താ കാര്യം? 100 സീറ്റ് ഉണ്ടായിട്ട് എന്താ കാര്യം? PR വർക്ക് ഇല്ലാതെ ഈ പിണറായി വിജയന് ഒരു സെക്കൻഡ് മുന്നോട്ട് പോവാൻ കഴിയില്ല. PR കമ്പനി ഇല്ലാതെ, ഇവന്റ് മാനേജ്മെന്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം മനുഷ്യനെ പൊട്ടനാക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ആനുകൂല്യം തടഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, ആ എന്നത്തേക്കുള്ള തടയലല്ല, അത് പുനഃസ്ഥാപിക്കും. പക്ഷെ പുതിയതായിട്ടൊന്നുമില്ല. പുതിയ പാലമില്ല, പുതിയ റോഡില്ല, പുതിയ കോളേജില്ല, പുതിയ വ്യവസായ സംരംഭമില്ല. അതിന്റെ ആവശ്യമില്ല. ഈ പണി ഇങ്ങനെ തുടർന്നാൽ മതി, ഇങ്ങനെ തുടർന്നാൽ മതി. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴും നാളത്തെ പിണറായി എങ്ങനെയായിരിക്കണമെന്ന് അയാളുടെ PR ഗ്രൂപ്പ് തിരുവനന്തപുരത്ത് അവർക്കായി സജ്ജീകരിച്ചിട്ടുള്ള ഓഫീസിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ വരും. എന്നാൽ സെക്രട്ടേറിയറ്റ് ശൂന്യമാണ്. അവിടെ നാളത്തെ കേരളം എങ്ങനെ ആവണം എന്നുള്ള ഒരു ചിന്തയില്ല, ഒരു കാര്യവുമില്ല. പിണറായി അദ്ദേഹം നാളെ എങ്ങനെയാണ് കൈവീശേണ്ടത്, അത് എത്ര പൊങ്ങണം, അത് എത്ര താവണം, എങ്ങനെയാണ് നടക്കേണ്ടത്, എത്ര മിനിറ്റാണ് പ്രസംഗിക്കേണ്ടത്, പിന്നെ എന്താണ് പ്രസംഗിക്കേണ്ടത്, ഇതൊക്കെ ഇരുന്ന് തയ്യാറാക്കി റെഡിയാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. മൂപ്പരത് അങ്ങനെ അവതരിപ്പിച്ച് നമ്മളിങ്ങനെ കൈകൊട്ടിച്ചിരിച്ച് മുന്നോട്ട് പോകും. പിന്നെ ഒക്കെ ചെറിയ പാക്കേജാണ്. ചെറിയ പാക്കേജ്. മുസ്ലിങ്ങൾക്കൊരു പാക്കേജ്. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇവിടുത്തെ മുസ്ലിമിനെയും ക്രിസ്ത്യാനികളെയും തെറ്റിച്ചത് ആരാണ്? ഇവിടുത്തെ ഇതര മതസ്ഥരുമായിട്ട് കള്ളികളാക്കി വേർതിരിച്ചത് ആരാണ്? അതിൽ നിങ്ങൾ BJP മാത്രം കാണണ്ട, ഇത് കണ്ടോളൂ. പിന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തെ, ഇതിൽ സുന്നിയുണ്ട്, മുജാഹിദ് ഉണ്ട്. സുന്നി പല സുന്നിയിൽ 1-2 സംഘടനകളുണ്ട്, മുജാഹിദിലും അങ്ങനെ 2-3 സംഘടനകളുണ്ട്. ഇവരെ മുഴുവൻ അകൽച്ച് കൊണ്ടുപോയത് എന്തിനാണ്? ഇതെല്ലാം ആരാണ്? ഇവർക്കൊക്കെ ചെറിയ മരുന്ന് കൊടുക്കുന്നത് എന്തിനാണ്? ഞാൻ ആ വിഷയത്തിലേക്ക് ആഴ്ന്നിറങ്ങി സംസാരിക്കുന്നില്ല. ഈ മുസ്ലിം സംഘടിത രാഷ്ട്രീയ ഭദ്രത തകരണം, ഇല്ലാതാവണം. അതിനു വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും പാക്കേജുകൾ, ഓരോ സ്ഥലത്തും ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാട് അപകടത്തിൽ പോകും എന്ന് മാത്രമാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നാട് അപകടത്തിൽ പോകും എന്ന് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകളെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അവർക്കൊരിക്കലും വിശ്വാസികളോട് മാന്യമായിട്ട് പെരുമാറാൻ കഴിയില്ല. ഇവിടെ പ്രസംഗിച്ചിട്ടാണല്ലോ നാസർ ഫൈസി കൂടത്തായി പോയത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കല്ലെറിയാണ്. അദ്ദേഹം അത് പറഞ്ഞ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് തെരുവിലിട്ട് ആക്രമിച്ചാൽ തന്റെ സമുദായം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന രൂപത്തിലേക്ക് ഇവരുടെ PR റൂം ഈ സിസ്റ്റത്തെ ആക്കി വെച്ചു. ഇനി നാസർ ഫൈസി ആർക്കും എന്തും ചെയ്യാം, കല്ലെറിയാം. അതാണ് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഇതിന്റെ മാർച്ചിൽ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ നാസർ ഫൈസി കൂടത്തായിക്കൊപ്പമാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊപ്പമാണ് എന്ത് നഷ്ടപ്പെട്ടാലും. അത് KM ഷാജി നേരത്തെ പറഞ്ഞിരുന്നു, ഡോക്ടർ MK മുനീർ സാഹിബ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ പരിഹസിച്ചു, കല്ലെറിഞ്ഞു. എന്തൊക്കെയാണ് ഡോക്ടർ മുനീർ സാഹിബിനെ കുറിച്ചും ഷാജി സാഹിബിനെ കുറിച്ചും സംസാരിച്ചത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷേ ആരാണ് കൂടെ നിന്നത്, ആരാ ഒപ്പം ഉണ്ടായതെന്ന് നോക്കണ്ട. അതൊക്കെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിൽ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ്. എത്ര കാലമാണ് ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക? അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് സീറ്റുകളിൽ ജയിക്കണം. പിണറായി വിജയൻ കരുതിയത് എന്താണ്? അവിടെ ചെറിയ കുഴപ്പങ്ങൾ വന്നാൽ മുസ്ലിങ്ങളെ പിടിക്കുക, എന്നിട്ട് മുസ്ലിങ്ങളെ കൂടെ നിർത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. മലപ്പുറം ജില്ലയിൽ, ഇവിടെ സാലിം സ്വാഗതം പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലെ സുലൈമാൻ ഹാജിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലെ ബന്ധം എന്താണ്? എന്നോട് ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ ഒരു 2-3-4 കൊല്ലം മുമ്പ് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ പ്രസംഗിക്കാൻ വരണം, അവിടെ ഒരു പൊതുയോഗത്തിലാണ് പ്രസംഗിക്കേണ്ടത്. അപ്പൊ പ്രസംഗം എന്താണെന്ന് ചോദിച്ചപ്പോൾ KT ജലീൽ വന്ന് നമ്മളെ കൂട്ടത്തുനിന്ന് 2 കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അദ്ദേഹം തന്നെയാണോ മെമ്പർഷിപ്പ് കൊടുത്തത്? അദ്ദേഹം തന്നെയാണ് മെമ്പർഷിപ്പ് കൊടുത്തത്. അപ്പൊ ആദ്യം മെമ്പർഷിപ്പ് എടുക്കണ്ടേ? ഇവനെ മെമ്പർഷിപ്പ് ഇല്ല, ഇങ്ങോട്ട് ഈ സാധുക്കൾ പോയിട്ട് KT ജലീലിന്റെ അടുത്ത് നിന്നാണ് മെമ്പർഷിപ്പ് വാങ്ങണത്. മെമ്പർഷിപ്പ് ഉള്ളവന്റെ അടുത്ത് നിന്ന് മെമ്പർഷിപ്പ് വാങ്ങാൻ പോലും യോഗ്യതയില്ലാത്ത ആൾക്കാരായിട്ട് മലപ്പുറം ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തരം താന്നു പോയിരിക്കുന്നു. ഞങ്ങളുടെ നേതാവ് നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ മത്സരിച്ചപ്പോ എതിർ സ്ഥാനാർത്ഥി മുസ്തഫ. ഈ മുസ്തഫക്ക് നോട്ടീസ് ഒട്ടിക്കുക പാരമ്പര്യ കമ്മ്യൂണിസ്റ്റുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, പാരമ്പര്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾ. EMSന്റെ നാടാണത്. EMS ഒളിവിൽ താമസിച്ച സ്ഥലങ്ങൾ അവിടെ ഒരുപാടുണ്ട്. നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ച ഒരാൾ അവിടെ ഉണ്ട്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറ്റുന്ന യോഗ്യരായ കമ്മ്യൂണിസ്റ്റുകൾ പെരിന്തൽമണ്ണയിലുണ്ട്, മത്സരിക്കാൻ പറ്റുന്നേ. പക്ഷേ പെരിന്തൽമണ്ണ സീറ്റ് വിറ്റപ്പോ ഇവനായിട്ട് കരാറുണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ സീറ്റ് നിനക്ക്, മറ്റേ സീറ്റിൽ ഞങ്ങൾക്ക് ചെലവാകുന്ന പൈസ മുഴുവനായിട്ട് ഇത് തരും വേണം. അങ്ങനെ 2 സീറ്റിലെ പൈസയും വാങ്ങിയിട്ട് സ്ഥാനാർത്ഥി ഈ 10-50 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത സാധുക്കളായ മനുഷ്യന്മാര് രാവും പകലും ഇല്ലാതെ ഇവന്റെ ഫോട്ടോ വെച്ച നോട്ടീസ് ഒട്ടിക്കുക. ഈ താന്നൂരിൽ മന്ത്രി ആയിട്ടുള്ള അബ്ദുറഹിമാൻ മന്ത്രി ഇപ്പോഴാണ് CPM-ൽ അംഗത്വം. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്താണ് സഖാക്കളായിട്ട് തമ്മിലുള്ള ബന്ധം? എന്താണ് ഇവരുടെ യോഗ്യത? CPM കുറെ സ്ഥാനാർത്ഥികളെ മുമ്പൊക്കെ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വതന്ത്ര SK പൊറ്റക്കാട് CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. ജോസഫ് മുണ്ടശ്ശേരി CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. സെബാസ്റ്റ്യൻ പോള് CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. രാജ്യത്ത് അറിയപ്പെടുന്ന നിയമത്തിലുള്ള ജഡ്ജസ് VR കൃഷ്ണയ്യര് CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. സുലൈമാൻ ഹാജി പത്താള, അബ്ദുറഹിമാൻ, അവിടെ അൻവർ. എന്താ പ്രസംഗിക്കേണ്ടെന്ന് തന്നെ അറിഞ്ഞൂടാ. ഈ കുറച്ച് ഇതിലേക്ക് ഇത് ഞങ്ങൾ കേൾക്കേണ്ട, ഞങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല. ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലയിലെ സഖാക്കളോടാണ്. നിങ്ങൾ പ്രതികൂല രാഷ്ട്രീയ സാഹചര്യത്തോട് മല്ലിട്ട്, പ്രതികൂല രാഷ്ട്രീയ സാഹചര്യം കണ്ണൂരിലെ സാഹചര്യം അല്ലല്ലോ മലപ്പുറത്തുള്ളത്, ആലപ്പുഴയിലെ സാഹചര്യം അല്ലല്ലോ മലപ്പുറത്തുള്ളത്. കുറച്ച് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്ക് ഇവിടെ ഒരു പ്രതികൂല രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തോട് മല്ലിട്ട് മാർക്സിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തവരാണ് മലപ്പുറം ജില്ലയിലെ സഖാക്കള്. ആ പാർട്ടി തകരാതിരിക്കണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നാലേ ഇത് പൊളിയാതെ പോവുള്ളൂ. ഈ പൂതി കടണം. ഞങ്ങളിത് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരോട് പറയാണ്, സ്ഥാനാർത്ഥിയെ കൊണ്ടുവരിക, നിർത്തുക, എന്താ യോഗ്യത ചോദിക്കുക, നല്ല പൈസ ഉണ്ട് എന്ന് പറയാ, ബാങ്ക് ബാലൻസ്. അങ്ങനെ ഒരു അരാഷ്ട്രീയത വളർത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതും കൂടി ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട്
ഇവിടെ നൽകിയ ഈ സ്വീകരണങ്ങൾക്കെല്ലാം ഒരു വട്ടം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളോട് പ്രിയപ്പെട്ട ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കൂടി സംസാരിക്കും. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിരിഞ്ഞു പോകാം. നാളെ ഈ ജാഥ തൊട്ടപ്പുറത്തുള്ള താനൂർ നിയമസഭ മണ്ഡലത്തിലാണ്. താനൂർ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള ഒരു യുവജന മുന്നേറ്റം നാളെ താനൂരിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ജാഥ 20-ാം തീയതി പൊന്നാണിയിലെ ഒരു മഹാസമ്മേളനത്തോടു കൂടി സമാപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും പൊന്നാണിയിലേക്ക് ആ സമാപന സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.